നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ സ്പ്രെഡിങ് ജോയ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ശ്രീ ജോയ ലുക്കാസ് എഴുതിയ ഇതേ പേരിലുള്ള പുസ്തകം ഉണ്ട്, സ്പ്രെഡിങ് ജോയ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജോയ് എന്നും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ജോളി എന്നുമാണ്. അപ്പോൾ അവർ സന്തോഷം, ആനന്ദം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു മിഷൻ കൂടി അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ പുസ്തകം എഴുതിയപ്പോൾ അത് അത് ഒരു ആത്മകഥയാണ്, പക്ഷേ അതൊരു വലിയ ബെസ്റ്റ് സെല്ലർ ആവുകയും ചെയ്തു. ലോകം മുഴുവൻ ഹാർപ്പർ കോളിൻസ് ആണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. മോർ ദാൻ 15,000 കോപ്പീസ് ആൾറെഡി സോൾഡ് ഔട്ട്. അപ്പോൾ ഈ ജോയ് ഏട്ടനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ 1986 അദ്ദേഹം ഒരു ദുബായിൽ പോകുന്നത്. സെക്കൻഡ് ജനറേഷൻ ബിസിനസ് മാനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സ്വർണ്ണക്കട, ഒരു കുട കമ്പനി ഉണ്ടായിരുന്നു, കുടയുണ്ടാക്കുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അങ്ങനെ കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു സെക്കൻഡ് ജനറേഷൻ ബിസിനസ് മാനാണ്. അപ്പോൾ 86 പോയപ്പോഴത്തെ 86 പോയിട്ട് 14 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ഉണ്ട്. കുറേ സ്വർണ്ണക്കടകളൊക്കെ അവിടെ തുടങ്ങി. മറ്റ് മലയാളി സ്വർണ്ണ ബിസിനസ്സുകാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഉയരങ്ങളിൽ എത്തി. എന്നിട്ടും 14 വർഷം കഴിഞ്ഞിട്ടും അന്ന് 2000 അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം വെച്ചിട്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്, സ്പ്രെഡിങ് ജോയ്. ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു റോൾസ് റോയ്സ് ഷോറൂമിൽ ചെന്നു. റോൾസ് റോയ്സ് ഷോറൂമിൽ ചെന്നിട്ട് എനിക്ക് കാറൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ലെബനീസ് ആയിട്ടുള്ള അവിടുത്തെ സെയിൽസ്മാൻ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ, അയാൾ വളരെ പുച്ഛത്തിൽ, നിങ്ങൾക്ക് കാണാനുള്ള കാറൊന്നുമല്ല ഇത്, നിങ്ങൾ അപ്പുറത്തെ മിറ്റ്സുബിഷി ഷോറൂമുണ്ട്, അവിടെ കാണാം, പോയി അവിടെയുള്ള വല്ല കാറും നോക്ക് എന്ന രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചു. പിന്നെ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ അത് ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, അന്നത്തെ ദിവസം തന്നെ അദ്ദേഹം ആ കാറ് വാങ്ങി. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ആ കാറ് വാങ്ങി എന്നുള്ളതിൽ നിന്ന് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, വിചാരിച്ച കാര്യം നടത്താനുള്ള ആ വാശി. ഒരു ബിസിനസ് മാൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഒരു വിചാരിച്ച കാര്യം നടത്താനുള്ള കഴിവും വാശിയും. 2, അദ്ദേഹം ഒരു ഗോ ഗെറ്ററാണ്. ഈ ഫിനാൻസ് അറേഞ്ച് ചെയ്യണം. എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ ഉള്ള പണം മാത്രമല്ല നമ്മുടെ പോക്കറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നത് മാത്രമല്ല നമ്മുടെ കയ്യിലെ പണം എന്ന് പറയുന്നത്. നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന പണമുണ്ട്. അപ്പോൾ ആ ഫിനാൻസ് ഉടനെ അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, അന്ന് തന്നെ അത് വാങ്ങുകയും പിന്നീട് ആ ചരിത്രം അദ്ദേഹം തന്നെ പറയുക ആ കാറിനെ പിന്നെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബിസിനസ് വിജയത്തിൻ്റെ പിന്നിൽ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, ബിസിനസ് വിജയം എത്രത്തോളം എത്തി എന്നുള്ളത്. ഒരു ഗോ ഗെറ്റർ സ്വഭാവമാണോ, അതായത് വിചാരിച്ച കാര്യം, ഉദ്ദേശിച്ച കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു വാശി ആണോ അതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും ഉള്ളത്? അങ്ങനെ വാശിയൊന്നുമില്ല. ഇതൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. ഇപ്പം ഞാൻ ഒരു ഷോറൂമിൽ പോയത്, ഒരു മിസ്റ്റിബുഷി ഷോറൂമിലാണ് പോയത്. അപ്പോൾ അവിടെ ഞാൻ അറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോയി. ആളവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവരെന്നെയാണ് റോൾസ് റോയ്സും കൊടുത്തിട്ട്, അവരുടെ ഡീലറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ഷോറൂമിൽ ഇത് ഒരു ഒരു ഗ്ലാസിൻ്റെ മറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് നിൽക്കുന്ന സമയം കൊണ്ടൊന്ന് വെറുതെ കാറ് കാണാനായിട്ട് അങ്ങോട്ട് കടന്നു. അപ്പോഴാണ് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കാറ് എന്താ നോക്കി നിൽക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാറ് ഒന്ന് കാണാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കാണാനുള്ളതല്ല, ഇത് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് കാറ് വേണമെങ്കിൽ മിസ്റ്റിബുഷിന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. തന്നെയല്ല, അദ്ദേഹം നമ്മൾ വളരെ പുച്ഛമായിട്ടോ, നമ്മുടെ ഇന്ത്യൻ്റെ ആ ഒരു ഡ്രസ്സ് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ കാറ് വാങ്ങാനുള്ള യോഗ്യനായിട്ടുള്ള ആളല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. പിന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിൽ പെരുമാറിയത് കൊണ്ട് എനിക്കൊരു ഒരു വാശിയായി, ഇനി കാറ് വാങ്ങണം എന്നുള്ളത്. ഇത് നടക്കുന്നത് 2000-ലാണ്. 24 വർഷമായി. അന്ന് ഈ റോൾസ് റോയ്സ് എന്ന് പറയുന്നത് ദുബായിൽ വലിയ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഇടയിൽ കുറച്ച് അപൂർവ കാറുകളിൽ ഒന്നാണ്. എന്ന് ഞാൻ കാറ് വാങ്ങി. ആ കാറ് എന്നിട്ട് ഞാൻ അതിനകത്തൊരു പ്രൊമോഷൻ വെച്ചു. Any customer, they can buy 500 dirhams gold jewelry, they will get a free coupon. അങ്ങനെയായിരുന്നു. ലക്കിടിപ്പ്. അത് വെച്ച് അത് വളരെ സക്സസ് ആയി. അന്ന് അതിനുശേഷം റോൾസ് റോയ്സ് കമ്പനി ഒരു കാര്യം തീരുമാനിച്ചു, വേൾഡ് വൈഡ് ആയിട്ട് ലോട്ടറി, അത് ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ റോൾസ് റോയ്സ് വെച്ചിരുന്നു, അതൊക്കെ നിർത്തലാക്കിയവർ. അതിൽ പിന്നെ ഇതുവരെ അങ്ങനെയുള്ള ലോട്ടറി റോൾസ് റോയ്സ് പിന്നെ ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്.
അതൊരു ഒരു ഇൻസിഡന്റ് ആണ്, അല്ലാണ്ട് വാശിയൊന്നുമല്ല അത്. അങ്ങനെ പല ഇൻസിഡന്റ് ആണ് എന്നെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. പല ഇൻസിഡൻ്റ് ആണ് ഈ രൂപത്തിലേക്ക് എത്തിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് എപ്പോഴും പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ, അതൊക്കെ അപമാനം, അതൊക്കെ നമ്മൾ ഭയങ്കരമായ മോട്ടിവേഷൻ ആവുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ റോൾസ് റോയ്സ് കമ്പനിക്കാർ അന്ന് ആ കമ്പനിയുടെ ആ ഒരു ഇഗ്നറൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ഇറക്കി വിട്ട ആള് ഇന്നിപ്പോൾ ഒരു ബില്യണയറാണ്. ഫോബ്സ് എൻ്റെ കണക്കനുസരിച്ച് 36,500 കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി. 172 ജുവലറി ഷോറൂമുകളുണ്ട് ലോകമാകെ 11 രാജ്യങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളായിട്ട് വളർന്നു കഴിഞ്ഞു. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരുപാട് ലെഗസി ജുവലറി ഷോപ്പുകളുണ്ട്, തലമുറകളായിട്ട് ഉള്ള ജുവലറി ഷോപ്പ്. ജോയേട്ടനാണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ജുവലറി ബിസിനസ്സിലാണ്. പക്ഷേ ഈ ലെഗസി ഷോപ്പുകൾക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, വേൾഡ്സ് ഫേവറിറ്റ് ജുവലർ എന്ന് സ്വയം പരസ്യം ചെയ്യുന്നുണ്ടെങ്കിലും വേൾഡ്സ് ലാർജസ്റ്റ് ജുവലർ കൂടാണ്. 172 ഷോറൂംസ് വേറെ ആർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വളരുന്നതിന് പിന്നിലുണ്ടായിരുന്നത് എന്താണ്? ഒരു മാനേജ്മെൻറ്റ് സ്കില്ലാണോ? ഫിനാൻസ് അറേഞ്ച് ചെയ്യാനുള്ള കഴിവാണോ? എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു മറ്റ് ലെഗസി ഷോറൂമുകൾക്കൊന്നും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണ്? പൊതുവെ ജ്വല്ലറി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ബിസിനസ്സാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ജ്വല്ലറി. അവരെ പാരൻസ് ഷോപ്പിലുണ്ടാവും, മക്കളുണ്ടാവും, അല്ലെങ്കിൽ അങ്കിൾ, ആൻറ്റി, അങ്ങനെ. പ്രത്യേകിച്ച് UK യിലും USA യിലും എവിടെ പോയാലും ഒരു ഫാമിലി ബിസിനസ് 99.9% ബില്ല് എഴുതിയിട്ട് വെക്കില്ല. പണ്ട് കാലത്ത് എല്ലാം നമ്പർ 2 കച്ചവടമാണ്. വരുന്ന കസ്റ്റമറെ പഠിപ്പിക്കും, നിങ്ങൾക്ക് ബില്ലില്ലാണ്ട് തരാം, നിങ്ങൾക്ക് ഇത്ര % ലാഭമാവും. അങ്ങനെ ഒരു ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒറ്റ കാരണം, ഞാൻ ദുബായിൽ പോയിട്ട് ഞാൻ തുടക്കം മുതൽ ഞാൻ ഷോപ്പിൽ ഇരുന്നിട്ടില്ല. ഇവിടെയുള്ള എല്ലാ ജ്വല്ലറിക്കാരും ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിട്ട് മുതലാളി എന്ന് പറഞ്ഞിരിക്കലാണ് പതിവ്. ഞാൻ അതിൽ നിന്ന് മാറി, ഞാനൊരു ഓഫീസ് ഇട്ടിരിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടും, എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ കറക്റ്റായിട്ട് ബില്ല് എഴുതി, ഞാൻ 1990 തന്നെ കമ്പ്യൂട്ടർ ബില്ലിംഗ് കൊണ്ടുവന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ബാങ്കുകാർ നമുക്ക് പൈസ തരാൻ തയ്യാറായി. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. മറ്റ് ജ്വല്ലറിക്കാർക്ക് ബാലൻസ് ഷീറ്റ് എന്നുള്ള സാധനം ഇല്ല, അവർ ബില്ല് എഴുതി വിറ്റിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റി. ഞാൻ ഇന്ത്യയിൽ വരുന്നത് ചില സാഹചര്യങ്ങളെ കൊണ്ടാണ് ഇന്ത്യയിൽ വന്നത്. 2000 ഞങ്ങൾ വീട്ടിലൊരു പാർട്ടീഷൻ, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. വി ആർ 5 മെമ്പേഴ്സ് ഫാമിലി. അങ്ങനെ ഒരു ചെറിയ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഇന്ത്യയിൽ സ്ഥാപനം. അപ്പം ഞാൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എനിക്ക് 38 ഷോപ്പുകളും ഗൾഫിലുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയിൽ വരുമ്പോൾ എല്ലാം ഒറ്റ ഷോപ്പുകാരാണ്. അപ്പം ഞാൻ തുടങ്ങിയ വർഷം നെക്സ്റ്റ് ഇയർ ഞാൻ 5 കട തുടങ്ങി ഇന്ത്യയിൽ. അപ്പോഴാണ് ഇവിടെയുള്ള ജ്വല്ലറിക്കാർ ചോദിച്ചത്, എങ്ങനെ നിങ്ങൾ കട തുടങ്ങണേ? എല്ലാവർക്കും കോമൺ മാൻ ഉള്ള ഉൾപ്പെടെയുള്ള എല്ലാ ജ്വല്ലറി ഇവിടെ കാണുന്ന എല്ലാ ഫേമസ് ജ്വല്ലറിക്കാർക്ക് ഒരു കടയുള്ളൂ. അപ്പം ഞാൻ അവരോട് നിങ്ങൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കല്ലേ, ക്യാഷ് കൗണ്ടറിൽ കാഷ്യർ ഇരിക്കട്ടെ, നിങ്ങൾ ബില്ല് എഴുതി വെക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പൈസ കിട്ടും. ഞാനിവിടെ വന്നിട്ട് നെക്സ്റ്റ് ഇയർ ABN ആംബ്രോ ബാങ്കിൽ നിന്ന് 50 കോടി രൂപ ലോൺ എടുത്തു. അന്ന് 2002 50 കോടി എന്ന് പറഞ്ഞാൽ വലിയ. ഇന്ന് ഇവിടെയുള്ള മറ്റ് ബാങ്കുകാർക്ക് 1 കോടിയേക്കാളും കൂടുതൽ അവർ കേട്ടിട്ടില്ല. അപ്പം എനിക്ക് തരാൻ കാരണം, ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അന്ന് 50 കോടിയായിരുന്നു. 50 കോടി കൊണ്ടുവന്നിട്ട് ഞാൻ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ അതിന് അഗേൻസ്റ്റ് അത്ര തന്നെ ലോൺ എനിക്ക് കിട്ടി. അന്ന് ഗോൾഡ് പ്രൈസ് 400 റുപ്പീസ് പെർ ഗ്രാം, ഇന്ന് മോർ ദാൻ 7,000 റുപ്പീസ്. അപ്പോൾ അന്ന് ഞാൻ 10 ഷോപ്പ് തുടങ്ങി ആ പൈസ കൊണ്ട്. അപ്പോഴും ഇവിടെയുള്ളവർ തന്നെ ലോൺ എടുക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ലോൺ എടുക്കാൻ പറ്റും, ബാങ്കുകാർ പൈസ തരാൻ ബില്ലിങ്ങാണ്, അപ്പോൾ അതിന് വേണം ബില്ല് എഴുതണം, അവർക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ പലരും ഓഫീസ് ഇട്ട് തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കും ഓട്ടം തന്നെ. ഇനി ആർക്കും എല്ലാവരും ജ്വല്ലറിയും ടെക്സ്റ്റൈലും എല്ലാ ബിസിനസ്സും, ഈവൻ മെറ്റീരിയൽ ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും വൈറ്റ് ഗുഡ്സ് ആണെങ്കിലും എല്ലാവരും ഷോപ്പുകൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒറ്റ കാരണം, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കി, HR ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ഫിനാൻസ്. ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ജ്വല്ലറി റിക്രൂട്ട് ചെയ്തു ആൾക്കാരെ. അങ്ങനെ ഈ ഒറ്റക്കട നടത്തിയിരുന്നപ്പോൾ ഒരു ഫാമിലി ബിസിനസ്സിലാവുന്നില്ല.
അവരെന്നെ ഒന്ന് ഷോപ്പ് തുറക്കണു, അവരെന്നെ പർച്ചേസ് ചെയ്യുന്നു, അവരെന്നെ എല്ലാം ചെയ്യുന്നു. അതിൽ നിന്നൊക്കെ മാറി. അപ്പോൾ ജ്വല്ലറി എന്നുള്ളത് ഇന്ത്യൻ ജ്വല്ലറി ആ ഒരു ഇന്ത്യയിലുള്ള മറ്റ് ജ്വല്ലറിക്കാർക്ക് ഫാമിലി ബിസിനസ്സിൽ നിന്ന് ഒരു ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് വന്നു. അപ്പോൾ കോർപ്പറേറ്റ് കൾച്ചറിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതാക്കാൻ മൂവ് അതിനൊരു ലിമിറ്റ് ഇല്ലാതെ പോവാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 140 കോടിക്ക് മുകളിൽ ജനമുണ്ട്. എല്ലാവരും സ്വർണം ഉപയോഗിക്കും. സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു മംഗൾസൂത്രം, ഒരു താലി വാങ്ങണമെങ്കിൽ സ്വർണം വേണം. സൗജന്യ വിവാഹം നടത്തുന്നവർ പോലും 4-5 പവൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അതെ. അപ്പോൾ സ്വർണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ആ ഗോൾഡ് ഒരു അത് ലയിച്ചു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഗോൾഡിന് അത്രയും ഫ്യൂച്ചർ ഉണ്ട്. ഇനി ഗോൾഡ് വാങ്ങിയാൽ തന്നെ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു 4 മാസം കൊണ്ട് ഗോൾഡ് പ്രൈസ് 35 to 40% ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മാസം മുമ്പ് ഗോൾഡ് വാങ്ങിച്ച ആൾക്ക് ഇന്ന് വിൽക്കുകയാണെങ്കിൽ അവർ 10-35% അധികം മാർജിൻ കിട്ടും. അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്നാ കുറയുക, എപ്പോൾ കുറയും എന്ന് ചോദിച്ചാൽ അത് ചിലർ ചോദിക്കും ഇനി ഗോൾഡ് കുറയോ എന്ന് ചോദിക്കും. ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഗോൾഡ് പ്രൈസ് കുറഞ്ഞ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ച് എനിക്ക് 68 വയസ്സായി. അപ്പോൾ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഗോൾഡ് പ്രൈസ് ഇങ്ങനെ ഗ്രോ ചെയ്തിട്ടുള്ളൂ. 10 രൂപ കൂടി ഉണ്ടെങ്കിൽ 4 രൂപ കുറയും, 5 രൂപ കുറയും, വീണ്ടും 12 രൂപ കൂടാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 6ൽ 7ൽ പഠിക്കുമ്പോൾ ഞാൻ ജ്വല്ലറിയിൽ ഇരുന്നിരുന്നു. എൻ്റെ ഫാദർ 1956 ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ഗോൾഡ് പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 രൂപ 8 രൂപയൊക്കെയാണ് ഉള്ളത് പെർ ഗ്രാം. അപ്പോൾ അത്രയും ഗോൾഡിൽ നിന്ന് ഇത്രയും ഒരു റേറ്റിലേക്ക് വന്നു. അപ്പോൾ ഗോൾഡ് പ്രൈസ് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഗോൾഡ് വാങ്ങണം, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്, സൗന്ദര്യം കൂട്ടും, എന്ന് വേണമെങ്കിലും വിറ്റ കാശ് കിട്ടും, ഒരു ഉപദ്രവവും ഇല്ല. അതിനെക്കുറിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പം അദ്ദേഹം നിങ്ങളോടെല്ലാം പറഞ്ഞു സ്ത്രീകളെല്ലാവരും ഗോൾഡ് വാങ്ങിക്കണം, സൗന്ദര്യം കൂട്ടും എന്നൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ആ മകള് സ്വർണ്ണം ഇടത്തില്ല. ഒന്നല്ല, 2 മക്കളുണ്ട്. അല്ലല്ല, മകൾ 2 പെൺകുട്ടി, രണ്ടുപേരും സ്വർണ്ണം ഇടത്തില്ല. സ്വർണം ഇടും അവര്. അത് ഫാദറിന് 172 ജ്വല്ലറി ഉണ്ട്. പക്ഷേ മകൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, എഡ്യൂക്കേഷൻ അങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ സ്വർണത്തിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യക്കുറവ്. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കും സ്വർണം വേണ്ടെന്ന് പറയും. അത് സ്വർണം എന്ത് കുറ്റ ചെയ്തെന്നൊരു പിടിയും കിട്ടുന്നില്ല ഇപ്പോൾ. പക്ഷേ സ്വർണം വാങ്ങാം. ഇപ്പം തന്നെ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ് കിട്ടാനുണ്ട്, ഡയമണ്ട് ജ്വല്ലറി കിട്ടാനുണ്ട്, ജ്വല്ലറി തന്നെ പലതുണ്ട്. ഇത് പെർഫ്യൂമോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സോ കാര്യങ്ങളോ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ശരീരം കേടാക്കാന്നല്ലാതെ ഒരു ഗുണമില്ല. ഇതിന് ശരീരത്തിന് കേടുവരില്ല. ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിന് ഫ്യൂച്ചർ ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഗോൾഡിന്റെ പ്രൈസ് ഇന്ന് കാണുന്ന 7000 വിത്തിൻ 2 or 3 years കഴിഞ്ഞാൽ 10000 ആവാനൊരു വിഷമമില്ല. 10000 ആവും, ആവാം. അപ്പൊ ഗോൾഡിനോടുള്ള ഈ പെൺകുട്ടികളുടെ താല്പര്യം കുറഞ്ഞാലും ശരി, അടുത്ത ജനറേഷനിൽ കുറഞ്ഞാലും ശരി, ഗോൾഡ് ബിസിനസ് മുമ്പോട്ട് തന്നെ പോകും എന്നാണ് പറയുന്നത്, അല്ലേ? ഇന്ത്യയിലെ ഗോൾഡ് ഒരു ഡവറി സിസ്റ്റം ഇന്ത്യയിലുണ്ട്. ഈ ഡവറി സിസ്റ്റം ഉള്ളത് കൊണ്ട് ഗോൾഡ് ജ്വല്ലറി എന്നും നിലനിൽക്കും, ഒരു 2-3 ജനറേഷൻ നിൽക്കും. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ UP-ലൊക്കെയും അല്ലെങ്കിൽ നോർത്തിലൊക്കെയും ജ്വല്ലറികൾ തുടങ്ങുമ്പോൾ അവരൊക്കെയും നന്നായിട്ട് സ്വർണ്ണം ഉപയോഗിക്കും, പ്രത്യേകിച്ചും മാരേജ് സമയങ്ങളിൽ. ഇപ്പം തന്നെ വലിയൊരു കല്യാണം ഇവിടെ നടക്കേണ്ടായി, അംബാനിയുടെ കല്യാണം. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ഫംഗ്ഷനും അവർ ഉപയോഗിച്ചിരിക്കുന്ന ഓർണമെൻ്റ് എല്ലാം. പൊതുവെ ഇന്ത്യൻ ഡ്രസ്സ്, പ്രത്യേകിച്ച് കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലഹങ്ക അല്ലെങ്കിൽ അതിനോട് മാച്ച് ചെയ്യാവുന്ന ഓർണമെന്റിന് ഒരു 1-2 ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. ഇപ്പോൾ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് കൂടി വരാം. ഇപ്പോൾ പല ഗ്രൂപ്പിനും 100-ഉം 200-ഉം 50-ഉം 70-ഉം കടകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നു. നോട്ട് ഓൺലി ദി ജ്വല്ലറി, എനി ബിസിനസ്, എന്ത് ബിസിനസ്സിനാണെങ്കിലും. ഇപ്പോൾ മൊബൈൽ കച്ചവടം ചെയ്യുന്ന ഷോപ്പുകൾ തന്നെ വളരെയധികം ബ്രാഞ്ചുകൾ തുടങ്ങുന്നുണ്ട്, വൈറ്റ് ഗുഡ്സ് ആണെങ്കിലും. അപ്പം ജ്വല്ലറിക്ക് പിന്നെ പണ്ട് കാലത്ത് 22 കാരറ്റ് എന്ന് പറഞ്ഞാൽ 22 കൊടുത്തിരുന്നില്ല. ഇന്ന് അതിന് സിസ്റ്റമായി ഹോൾമാർക്കിംഗ് വന്നു,
BIS ഹോൾമാർക്കിംഗ് വന്നു. അപ്പോൾ അതിനൊരു ട്രാക്ക് റെക്കോർഡ് വന്നു. അപ്പോൾ വാങ്ങുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്രൈസ് കിട്ടും. എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടുന്തോറും കസ്റ്റമേഴ്സിനാണ് അതിൻ്റെ ഗുണം. ക്വാളിറ്റി, സർവീസ്, പ്രൈസ് ഇതെല്ലാം കസ്റ്റമർക്കും ഗുണമാണ്. നല്ല റീറ്റെയിലേഴ്സിനും അവരും ക്വാളിറ്റി സർവീസ് ചെയ്യാൻ നോക്കും. സെയിലും കൂടുന്നുണ്ട്. സെയിൽ കൂടും. അപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ ഒരുപക്ഷെ സ്വർണം ഇടുന്നതിൽ, കഴുത്തിലും കയ്യിലും ഇടുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും അവർ വാങ്ങുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ പേരൻസ് വാങ്ങുന്നതിൽ കുറവ് വരുത്തുന്നില്ല. അതൊരുപക്ഷെ ലോക്കറിലേക്ക് പോകുന്നുണ്ടായിരിക്കാം, അത് അസറ്റായിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരിക്കാം, ആവശ്യം വരുമ്പോൾ വിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ സ്റ്റിൽ സ്വർണം വാങ്ങുന്നു അല്ലേ? സ്വർണം വാങ്ങുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കച്ചവടം കുറച്ച് നമുക്ക് വേറെ നല്ല ഗ്രോത്ത് ഉള്ള സ്ഥലത്തേക്ക് പോവാം. ഇന്ത്യ ഇങ്ങനെ പരന്ന് കിടക്കുക. അപ്പം നമുക്ക് എവിടെയാണെങ്കിലും, ഇപ്പം ഞങ്ങൾ ലണ്ടനിലെ ഷോപ്പ്, എനിക്ക് അത് 19 ഇയേഴ്സായി. ഞങ്ങളുടെ ഒരു ഷോപ്പ് ഇരിക്കുന്നതിൻ്റെ ആ ഏരിയയിൽ കംപ്ലീറ്റ് ഈ ഇവരാണ്, ശ്രീലങ്ക, ബംഗ്ലാദേശികളാണ്. ആ ബംഗ്ലാദേശികളെല്ലാം സ്വർണം വാങ്ങും. അവർക്കും പഴയ ഇന്ത്യയുടെ ഒരു പാട്ടല്ലായിരുന്നു. അവർക്ക് ഈ ഡൗറി സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവരധികം അവരുടെ നാട്ടിൽ പോയിട്ട് വാങ്ങാറില്ല. അപ്പോൾ പൊതുവേ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 22 ക്യാരറ്റ് ഉപയോഗിക്കുന്ന ശ്രീലങ്ക, അങ്ങനെയുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റലായിട്ടുള്ള ആളുകളൊക്കെ ധാരാളം സ്വർണം വാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് മാരേജിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ വല്ല സെലിബ്രേഷൻസ്, ഇപ്പോൾ അക്ഷയ തൃതീയ, അതല്ലെങ്കിൽ ധൻതെരാസ്, അതല്ലെങ്കിൽ വാലന്റൈൻ ഡേ. ഞങ്ങൾ ഓരോ ഡേ ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനി മദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, ഞങ്ങൾക്ക് ഓരോ ഡേയും ഞങ്ങളത് അതിനെങ്ങനെ ക്യാപിറ്റലൈസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നുള്ളത്. പിന്നെ മനോരമ പോലുള്ള പത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരെന്നെ പല മീഡിയകളുണ്ട്, റേഡിയോ ഉണ്ട്, TV ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ എല്ലാവരും ജീവിക്കുക, എല്ലാവർക്കും ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ എല്ലാ ജുവലറികളും ഇങ്ങനെ ഇപ്പോൾ 50-ഉം 60-ഉം ഒക്കെ ബ്രാഞ്ചസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് ഈ ജുവലറികൾ വൻതോതിൽ തുടങ്ങിയത് ബാങ്ക് ലോൺ എടുത്തിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്തൊരു പുതിയ നോവൽറ്റി കൊണ്ടുവന്നു. അതായത് ഒരു ഗോൾഡ് ജുവലറിയിലെ ഷോറൂമിലെ സെയിൽസ് പ്രൊസീഡ്സ്, ഒരു മാസത്തെ വരുമാനം മുഴുവൻ റീപേയ്മെൻറ്റിനായിട്ട്, ലോൺ റീപേയ്മെൻറ്റിനായിട്ട് പോകും. പിന്നീട് അവിടെ സ്വർണത്തിൻ്റെ വിൽപ്പന കൂടിയാൽ അതിൻ്റെ ലാഭത്തിൽ നിന്ന് തന്നെ വായ്പ അടഞ്ഞു പോകും. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ഈ മറ്റ് ജുവലറിക്കാർ കോപ്പി അടിച്ചതും അവരനുകരിച്ച് അവരും ഇതുപോലെ ബ്രാഞ്ചുകളുടെ എണ്ണം കൂട്ടിയതും അങ്ങനെയാണ്. അപ്പോൾ ആ റീപേയ്മെൻറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? എല്ലാവർക്കും ഒരു അറിവും കൂടിയാണത്. ഒരു ബിസിനസിൻ്റെ ഒരു പാർട്ടാണ് ബാങ്ക് ലോൺ. നല്ലൊരു കച്ചവടക്കാരൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ബാങ്കുകാർക്കും ഒരു ബിസിനസ് കിട്ടി. നമ്മൾ ബാങ്കുകാരങ്ങനെ വെറുതെ പൈസ തരില്ല. നമ്മുടെ ഗ്രോത്ത്, നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ, നമ്മുടെ നെറ്റ് വർത്ത് എല്ലാം നോക്കിയിട്ടാണ് അവർ പൈസ തരാം. നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഒരു IPOൻ്റെ കാലഘട്ടമായി, എല്ലാവരും പബ്ലിക് ഇഷ്യൂവിന് പോവാം, മറ്റുള്ളവരും കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും അവർക്കും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ധാരാളം, ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി അബുദാബിയിലുള്ള നിങ്ങൾക്കറിയാവുന്ന യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെ ലൂലു ഗ്രൂപ്പ് IPOന് ഇപ്പോൾ പോയി. അപ്പോൾ IPOന് പോകാന്നുള്ളത് എനിക്കും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. 2 തവണ ട്രൈ ചെയ്തതുമാണ്. ട്രൈ ചെയ്തതാണ്. അടുത്ത് വരുന്നതോറും നമുക്കൊരു പേടിയായിരുന്നു. ഇപ്പം എല്ലാവരും പോകണമെങ്കിൽ പേടിക്കും പോയി. അപ്പോൾ ഈ IPOന് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ല, മറ്റുള്ളവർക്കും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റുള്ളവർക്കും ഈ കമ്പനിയുടെ ഒരു പാർട്ടാവാനും സാധിക്കുക, അവർക്കും ഗ്രോ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇതെന്ത് ചെയ്യാനാണ്? അപ്പോൾ മറ്റുള്ളവരും ഇതിനകത്തൊരു പാർട്ടാവാ. പക്ഷേ ഇതുവരെ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ നമ്മളിതുവരെ ഓഹരി ആർക്കും കൊടുത്തിട്ടില്ല, പ്രൈവറ്റ് ഇക്വിറ്റിക്ക് പോയിട്ടില്ല. നമ്മൾ 100% ഓഹരി ഇപ്പോഴും ഓൺ ചെയ്യുന്നു അല്ലേ? അതെ. അത് നമ്മൾ IPOയ്ക്ക് പോവുകയാണെങ്കിൽ മാത്രം അത് നമ്മുടെ ഷെയർ ഡൈല്യൂട്ട് ചെയ്തെന്ന് അതെ പറയാം. അതെ അതെ അതെ. അപ്പോൾ ഈ ഗോൾഡ് ബിസിനസ്സിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതായത് ഗോൾഡ് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്, അത് മൈൻ ചെയ്തെടുക്കാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ യുദ്ധങ്ങളും മറ്റും വന്നത് കാരണം എല്ലാ രാജ്യങ്ങളിലെയും റിസർവ് ബാങ്ക്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഗോൾഡ് റിസർവ് വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് തന്നെ 200 ടൺസ് ഗോൾഡ് ഈ അടുത്ത കാലത്ത് വാങ്ങി. അപ്പോൾ ഗോൾഡ് പ്രൈസസ് ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അതാണ്. അത് ഇനിയുള്ള ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സ് എങ്ങോട്ടായിരിക്കും അതിൻ്റെ ഒരു ഡയറക്ഷൻ?
എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, ഇത്രയും വർഷമായിട്ട് ഈ 100 വർഷമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് മുതൽ ഗോൾഡ് പ്രൈസ് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതങ്ങനെ തുടർന്ന് അത് കൂടിക്കൊണ്ടിരിക്കും. ഇനി എന്നാണ് കുറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുനാമി എന്ന് വന്നു എന്നുള്ളത് നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറയാം, 100 വർഷം കഴിഞ്ഞിട്ടോ 50 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഗോൾഡ് പ്രൈസ് നല്ല ധൈര്യത്തിൽ ഉറപ്പായിട്ടും വാങ്ങാവുന്ന ഒരു സാധനമാണ് ഗോൾഡ്. അതിനൊരു ഒരു ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത്. പിന്നെ വേറൊരു ഗുണമുള്ളത്, ഒരു പ്രോപ്പർട്ടി വാങ്ങി കഴിഞ്ഞാലും നമുക്ക് വിൽക്കാൻ നേരത്ത് ചിലപ്പോൾ ആവശ്യത്തിന് പൈസ കിട്ടിയില്ല എന്ന് വരും. ഇന്നൊരു സാധാരണ ഒരു ഫാമിലിയിൽ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് കാശ് വേണമെങ്കിൽ ഗോൾഡ് മാത്രം ഉണ്ടാവും. പ്രോപ്പർട്ടി ഉടനെ വിൽക്കാൻ പറ്റില്ല, വർഷങ്ങൾ നമ്മള് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും വിൽക്കാൻ പറ്റില്ല. നമ്മള് കാറ് വിറ്റാലും 4-1 പൈസ കിട്ടുള്ളൂ. പെട്ടെന്ന് അതിനെ ക്യാഷ് ആക്കാൻ പറ്റിയത് ഗോൾഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബൈ ഗോൾഡ്, നിങ്ങൾക്ക് എത്ര ഗോൾഡ് വാങ്ങാൻ പറ്റണോ അത്രയും വാങ്ങാ. പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ്. ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവും എന്ന് വെച്ചിട്ട് പേടിക്കില്ല. ആര് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും അത് കച്ചവടം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഗോൾഡ് ഒരു അമൂല്യ ഒരു നിധി തന്നെയാണ്. അത് ഇത്രയും കാലമായിട്ട് എന്നും ഗോൾഡ് പ്രൈസ് ഹൈക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ജ്വല്ലറി വാങ്ങാൻ ആഗ്രഹമില്ലെങ്കിൽ തന്നെ പലർക്കും പല ആപ്പുകളുണ്ട്, പല ഇതിനകത്തും ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഗോൾഡ് കിട്ടില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ബാർ കിട്ടും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം വരില്ല. അതുപോലെ വേറൊരു എൻറ്റയർലി ന്യൂ കൺസെപ്റ്റ് ശ്രീ ജോയ ലൂക്കാസ് കേരളത്തിൽ അവതരിപ്പിച്ചത്, പിന്നീട് അത് ഒരുപാട് റീറ്റെയിൽ ബിസിനസ്സുകൾ അത് അനുകരിച്ചു. 2003 ഇവിടെ ജിം നടന്നു, അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ്. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വന്നു. ശ്രീ ജോയ ലൂക്കാസ് അവിടെ കൊണ്ടുവന്നത് വെഡ്ഡിംഗ് സെൻറ്റർ, ജോയ ലൂക്കാസ് വെഡ്ഡിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം, ഒരു സ്കീം അവതരിപ്പിച്ചു. കേരളത്തിലെ വിവിധ ടൗണുകളിൽ വെഡ്ഡിംഗ് സെൻറ്ററുകൾ തുടങ്ങും. വെഡ്ഡിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വസ്ത്രങ്ങൾ, ചെരുപ്പ്, കോസ്മെറ്റിക്സ്, പിന്നെ ജുവലറി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അത് എനിക്കൊരു ടൗണിലെ കാര്യം നേരിട്ടറിയാം. അത് നിരവധി ടൗണുകളിൽ വന്നു. അവിടെ എല്ലാം ഉള്ള ഗോൾഡ് ആൻഡ് ജുവലറി ആൻഡ് ടെക്സ്റ്റൈൽ ബിസിനസ് ജോയ ലൂക്കാസ് ക്യാപ്ചർ ചെയ്തു. ജോളി സിൽക്സ് ആൻഡ് ജോയ ലൂക്കാസ് ജുവലറി. അതൊരു എൻറ്റയർലി ന്യൂ കോൺസെപ്റ്റ് ആയിരുന്നു. അത് സ്വർണ്ണം മാത്രം വിറ്റുകൊണ്ടിരിക്കാതെ അതിൻ്റെ കൂടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് മാതിരി മറ്റു സാധനങ്ങളും വിൽക്കുക. ഇന്നിപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രമുഖ ജുവലറി ഗ്രൂപ്പ് അതിൻ്റെ കൂടെ സൂപ്പർ മാർക്കറ്റ് നടത്തുക. വേറൊരു ഒരു ഹോം അപ്ലയൻസസ് ഗ്രൂപ്പ് അവരുടെ ആ ഹോം അപ്ലയൻസസ് കടയുടെ കൂടെ ചേർന്നിട്ട് സൂപ്പർ മാർക്കറ്റും ബേക്കറിയും ഒക്കെ നടത്തുകയാണ്. അപ്പോൾ കൂടുതൽ ഫുട്ഫോൾസ് വരും, കൂടുതൽ ആൾക്കാർ കടയിൽ കയറും, അവർ ഇതും വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻറ്റയർലി ന്യൂ കൺസെപ്റ്റ് തന്നെ ഈ വെഡ്ഡിങ് സെൻറ്ററിലൂടെ കൊണ്ടുവന്നു അല്ലേ? അതെ. പക്ഷെ എനിക്കത് പരാജയമായിരുന്നു. ഈ തുണി വാങ്ങാൻ പോകുന്ന ആള് സീരിയസ് ആയിട്ട് വാങ്ങുമ്പോൾ അവർ തുണിക്കടയിലേക്ക് മാത്രമേ പോവുള്ളൂ. ഞാൻ ജുവലറിയും കോസ്മെറ്റിക്സും ഫുട്വെയറും എല്ലാം കൂടി ചെയ്യുമ്പോൾ അതിനൊരു ഫോക്കസ്ഡ് അല്ലാണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഞാനത് നിർത്തി. ഞാൻ തുണിക്കടയുടെ പേര് മാറ്റി, വെഡ്ഡിങ് സെൻറ്റർ എന്നുള്ളത് മാറ്റി ജോളി സിൽക്സ് എന്നാക്കി. ജോളി എന്ന്, എൻ്റെ വൈഫിൻ്റെ പേര് ജോളി എന്നാണ്. ഇനി അവൾ എപ്പോഴും ജോയ് എന്ന് കേട്ടിട്ട് തലവേദന എടുക്കട്ടെ, അവളുടെ പേരിലും കിടക്കട്ടെ. അങ്ങനെ ജോളി സിൽക്സ് ആക്കി. ഇപ്പൊ 4-5 യൂണിറ്റേ ഉള്ളൂ. പക്ഷെ ഞാൻ തിരുവല്ലയിലുണ്ട്, അങ്ങനെ തൃശ്ശൂർ, അങ്ങനെ. പക്ഷെ എൻ്റെ കോർ ബിസിനസ് ജ്വല്ലറിയാണ്. എനിക്ക് വേറെ 1-2 ബിസിനസ് ഉണ്ട് ജ്വല്ലറിയിൽ. അത് ജോയ ലൂക്കാസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച്. അത് ഗൾഫിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷെ എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഗോൾഡ് ജ്വല്ലറിയാണ്, അതാണ് എൻ്റെ ഫോക്കസ്ഡ്. ടെക്സ്റ്റൈല് ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ പണി പറഞ്ഞിട്ടുണ്ട് ഞാൻ തോന്നുന്നേ. പിന്നെ ഞാനിങ്ങനെ നടത്തുന്നത് കുറെ പേര് അതിൽ ജീവിക്കുന്നുണ്ട്. ഒരു തൊഴിലാണല്ലോ. പക്ഷെ തുടങ്ങിയെടുത്തൊക്കെ സക്സസ് ആണല്ലോ. ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതിന് നെക്സ്റ്റ് ജനറേഷന് താല്പര്യം ഉണ്ടായിരിക്കണം. എന്റെ മക്കള് ബോൺ ബോട്ടം തയ്യാറ് ദുബായ്, അവരിങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അപ്പൊ അവര് ജനിച്ചതും വളർന്നതും അവരുടെ ഫ്രണ്ട്സും ആളുകളൊക്കെ ദുബായിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കാൻ ആളില്ലാതെ ഇതൊരു കാലത്ത് നിർത്തേണ്ടി വരും. അപ്പൊ ഞാൻ എൻ്റെ താഴെയുള്ള മരുമകനെ കാലും കൈയും പിടിച്ചിട്ട് ഞാനിപ്പോ കൊണ്ടുവന്നിട്ടുണ്ടാവും. അമേരിക്കയിലായിരുന്നു, ആപ്പിളിൽ വർക്ക് ചെയ്യാം.
അവനെ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ കമ്പനിയിൽ ഇപ്പോൾ ഒരാളായി. ഈ അടുത്ത നാളിവിടെ വന്നത്. ശരി നമുക്ക് അപ്പൊ ഇന്ത്യൻ കമ്പനിയിൽ ആളുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഒരു സ്ഥാപനം കൊണ്ട് നടക്കണമെങ്കിൽ അതിനകത്ത് നല്ല ശ്രദ്ധ വേണം, അതിന് ആള് വേണം, ഡെഡിക്കേഷൻ വേണം. വളരെ വളരെ എന്ന് വെച്ചാൽ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് ഈ ചെടി പോലെയാണ് നമ്മൾ ഓരോ ഷോപ്പുകളും. ഇന്ന് നോക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം അത് പാടി പോകും. അത്രയും ടഫ് അൺഹെൽത്തി കോമ്പറ്റീഷൻ പല സ്ഥലത്തും ഉണ്ട്. പിന്നെ ഈ ജ്വല്ലറി എന്ന് പറയുന്നത് എല്ലാവരും വെക്കുന്ന ഒരേ സാധനം തന്നെയാണ്, കോമൺ ജ്വല്ലറിയാണ്. ഞങ്ങളുടെ അവിടെ വെക്കുന്നത് മറ്റുള്ള സ്ഥാപനങ്ങൾ വെക്കുന്നതൊക്കെ ഒരേ സ്ഥലത്ത് പണിയുന്നതായിരിക്കും, പേര് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിനെപ്പോഴും അതിനെങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് നോക്കാൻ ആളുണ്ടാവണം, നല്ല ശ്രദ്ധ വേണം, എന്നും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ കാലഘട്ടത്തിലും അതിന്റെ അപ്ഗ്രേഡേഷൻ. അത് മാനേജർമാരെ വെച്ച് മാത്രം മാനേജ് ചെയ്യാനും പറ്റില്ല, ഫാമിലി മെമ്പേഴ്സും ഓണേഴ്സും തന്നെ വേണം. ഫാമിലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് ഭരിക്കുന്ന കൊണ്ടു നടക്കുന്ന ആള് അതിനോടുള്ള നല്ല താല്പര്യമുള്ള ആളും നല്ല വിഷൻ ഉള്ള ആളായിരിക്കുന്നു. ക്യാപ്റ്റൻ മിടുക്കനാണെങ്കിൽ ആ കമ്പനി നന്നായിട്ട് ഗ്രോ ചെയ്യും. ഇതെല്ലാം ക്യാപ്റ്റന്റെ അണ്ടറിലിരിക്കണം. എനിക്ക് 10,800 എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ എംപ്ലോയീസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നേതാവ് നന്നായില്ലെങ്കിൽ സ്ഥാപനം അത് താഴെ പോകും. ശരി. അപ്പോൾ ഈ ഏത് ഫാമിലി ബിസിനസ്സിലും ഒരു ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങ് ഈ മക്കളുടെ കാര്യത്തിൽ ഈ ചുമതലകൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഗോൾഡ് ഉണ്ട്, വെഡ്ഡിങ് സെൻറ്റർ ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് ഉണ്ട്. അപ്പോൾ ഈ ചുമതലകൾ മാറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ചെയ്തിട്ടുണ്ടോ? ഒന്നും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പൊ ആർക്കൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ ശരിയാവും, ഒരു കുഴപ്പമില്ല. മക്കളുടെ പേരിൽ ഒന്നും കൊടുക്കരുത്. വൺസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രായമാവുമ്പോൾ നമ്മുടെ കൺട്രോളിൽ അവർ വരില്ല. നമ്മളൊരു മൂലയ്ക്ക് ഇരുത്താൻ അവർ. നമ്മൾ വില്ല് എഴുതി വയ്ക്കുക, വില്ല് എഴുതണം, അല്ലെങ്കിൽ അവർ പിള്ളേർ തല്ലുവിടും. വില്ല് എഴുതി വെച്ചിട്ട് അത് ഒരു പേപ്പറിൻ്റെ കഷ്ണമാണെങ്കിലും അത് ആർക്കുള്ളതെന്ന് വരെ എഴുതി വയ്ക്കുക. അപ്പോൾ പ്രശ്നമില്ല. അത് ഞാൻ എൻ്റെ ഒരു കാര്യം ഒരാളുടെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. അവർക്കൊരു തോന്നലുണ്ടാവും, ഈ തന്തപ്പിടി എന്താണ് ഈ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ. ഞാൻ പറയും, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോഴും ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. പൊതുവെ അവർക്ക് കൊടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ കൊടുക്കാം. അതിനുള്ള മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാവണം, അതെനിക്ക് ഫീൽ ചെയ്യണം. പിന്നെ എപ്പോഴും സാധാരണ ഒരു ജോലിക്കാരൊന്നും മക്കളുടെ പേരിലൊന്നും കൊടുക്കരുതെന്ന് ഞാൻ പറയാം. അവരെ മരണശേഷം അല്ലെങ്കിൽ നമ്മുടെ പല കുടുംബങ്ങളിൽ കാണുന്നുണ്ട്, ഫാദറിനെ വീട് വിറ്റ് മകൻ ഒരാൾ ജർമ്മനിയിലായിരിക്കും, ഒരാൾ അമേരിക്കയിലായിരിക്കും, മക്കളുടെ പേരിൽ വീട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇയാൾ റിട്ടയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നോക്കില്ല, അവർ ആ വീട് വിറ്റ് പോകും. അപ്പോൾ പൊതുവെ കൺട്രോള് ഇത് ഉണ്ടാക്കിയവൻ്റെ കയ്യിൽ കൺട്രോൾ ഉണ്ടാവണമെന്ന് ഞാൻ പറയാം. ഞാൻ എൻ്റെ മക്കളുടെ പേരിൽ ഞാൻ ആർക്കാ എന്താന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവർക്ക് അത് കഴിഞ്ഞ് കിട്ടും. അതായത് ഇത് ഇവിടെ കോഴിക്കോട് എന്ന് പറയുന്ന ബിസിനസ് ഫാമിലീസിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ മൊത്തം ആകെ ബിസിനസ്സിൻ്റെ 93% കുടുംബ ബിസിനസ്സാണ്, ഫാമിലി റൺ ബിസിനസ്. ഇപ്പോൾ ടാറ്റാസ് ആയാലും ബിർളാസ് ആയാലും ഇതെല്ലാം ഫാമിലി റൺ ബിസിനസ്സാണ്, റിലയൻസ് ആയാലും. അപ്പോൾ 93% ഫാമിലി റൺ. കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോർ ദാൻ 90% ഇവിടെ 95% എങ്കിലും ഇവിടെ ബിസിനസ് കുടുംബങ്ങളാണ്. അതിപ്പോൾ ജ്യൂസ് കടകളായാലും ശരി, റെസ്റ്റോറൻറ്റുകളായാലും ശരി, തലമുറ കൈമാറി വരുന്ന ബിസിനസ്സുകളാണ്. അപ്പോൾ ജോയേട്ടൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം, അതായത് എല്ലാ ബിസിനസ് കുടുംബങ്ങൾക്കും, ഇവിടെ നിങ്ങളുടെ ഓഡിയൻസിൽ ബിസിനസ് കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടെങ്കിൽ അവർ എല്ലാവരും അത് ഓർത്തിരിക്കേണ്ട ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ലെസനാണ് പറഞ്ഞത്. അത് സക്സഷൻ പ്ലാനിങ് എങ്ങനെ വേണം, അടുത്ത തലമുറയിലേക്ക് ഇത് പകരേണ്ടത് എങ്ങനെ എന്നുള്ളത് വേണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം അപ്പനും അമ്മയും ഇങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാഠവും ഉണ്ടായിട്ടുണ്ട്. അവിടെ കുറച്ച് സിബ്ലിംഗ് റൈവൽറി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സഹോദരങ്ങൾ തമ്മിൽ. അത് അദ്ദേഹം ആ പുസ്തകത്തിൽ തുറന്നെഴുതുകയും ചെയ്തിട്ടുണ്ട്. അത്രയും കാൻഡിഡായിട്ട് അങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു പുസ്തകത്തിലും സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ആ കഥ പൂർണ്ണമാവില്ല അതും കൂടി പറഞ്ഞാലെന്നാണ്, അല്ലേ? ബുക്കിൽ എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ തുറന്നെഴുതിയിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ
എൻ്റെ ബിസിനസ്സിൻ്റെ രീതികൾ ആ കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് കൊണ്ടുവന്നത് പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ 916 പ്യൂരിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഞങ്ങളാണ്. അതിനെതിരെ ഇവിടെയുള്ള പ്രമുഖ ജൂവലറിക്കാരെല്ലാം എതിരെ പരസ്യം ചെയ്തിട്ടുണ്ട്. 916 ഉപയോഗിച്ചാൽ ക്യാൻസർ വരും, കഴുത്തിലിട്ടാൽ അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറയാൻ പരസ്യം ചെയ്തിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇന്നൊക്കെ മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് ട്രാക്ടർ വന്നപ്പോഴും സമരം ചെയ്തവരുണ്ട്, കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്തവരുണ്ട്. ഇന്ന് എല്ലാവരും നല്ല സ്വർണം വെക്കുന്നുണ്ട് 916. എന്തുകൊണ്ട് ഇവിടെ 916 കൊണ്ട് ഞാൻ ഗൾഫിൽ കടയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് 916, ഇവിടെ വെക്കുന്നത് പ്യൂരിറ്റി കുറഞ്ഞതായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇന്ന് എല്ലാവരും വളരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കച്ചവടത്തിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. എല്ലാവരും ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എംപ്ലോയീസിനും നല്ല വേതനം കിട്ടുന്നുണ്ട്. ബിസിനസ് വളരെ വൃത്തിയായി. വളരെ വൃത്തിയായി. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു യൂണിഫോം ഉണ്ടായിരുന്നില്ല സ്റ്റാഫിന്. ഇപ്പോൾ ഒരു യൂണിഫോം ഉണ്ട്. കടയ്ക്ക് തന്നെ ഒരു കൾച്ചറൽ മാറ്റമുണ്ട്. എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. അവരുടെ PF മുതൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന സാലറി ഇപ്പോൾ 19,000 ആണെങ്കിൽ ഷോപ്പുകാർ അതിനേക്കാളും 25% കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ അന്ന് കാലത്ത് വേതനം കൊടുത്തിരുന്നില്ല. ഇന്ന് എല്ലാവർക്കും അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എംപ്ലോയീസിനും കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിനും കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം വിവരിച്ചത്. ഇതിൽ പറഞ്ഞ ഓരോ വരിയും വാസ്തവം പറഞ്ഞാൽ ഓരോരുത്തർക്കും, പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവർക്ക്, ബിസിനസ് കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് പാഠമാവേണ്ടതാണ്. അതിൽ പലതും വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് സിന്തസൈസ് ചെയ്ത അനുഭവങ്ങളാണ് അദ്ദേഹം ഒന്നോ രണ്ടോ വാചകങ്ങളായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചും ഈ സംസാരിച്ചത്. അപ്പോൾ ഇതിപ്പോൾ മിക്കവാറുമുള്ള വിഷയങ്ങൾ അത് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇനി അടുത്തത്. ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗോൾഡിന്റെ ഒക്കെ എന്താ സ്ഥിതി മാർക്കറ്റിൽ? ഇനി അതിൽ പ്രൊമോഷൻ ഉണ്ടാവും ഗോൾഡ് റേറ്റ് ഇങ്ങനെ ഇത്രയും ഹൈ ആയി പോകുന്നതിനെ കൊണ്ട്? ഗോൾഡ് പ്രൈസിന്റെ ഹൈക്ക് കൊണ്ടല്ല ഉണ്ടാവുക. ഇവിടെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേർ 18 ക്യാരറ്റും 14 ക്യാരറ്റും എല്ലാം പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഷോപ്പുകളിൽ തന്നെ ഒരു കൗണ്ടർ ഇപ്പോൾ ഞങ്ങൾ 18 ക്യാരറ്റിൻ്റെ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല റെസ്പോൺസ് ഉണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്. ഇത് ഓർണമെന്റ് ആവാം, ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല ഇപ്പോൾ പണ്ട് കാലത്ത് ഇറ്റാലിയൻ ജ്വല്ലറി ഇറ്റലിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് എല്ലാ മെഷീനറിയും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. എല്ലാ ഫാക്ടറികളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനി ജ്വല്ലറി അവൈലബിൾ ഇൻ ഇന്ത്യ. അതിന് 14 ക്യാരറ്റ് വരാം, 9 ക്യാരറ്റ് വരാം. അതിന്റെ സെയിൽ ഇൻക്രീസ് ആവുന്നുണ്ടല്ലോ സാർ? എന്താ, അതിനുള്ള പൈസ കൊടുത്താൽ മതി. കസ്റ്റമർക്ക് ക്യാരറ്റിനുള്ള പൈസ കൊടുത്താൽ മതി. അത് ഇനിയുള്ള പുതിയ ജനറേഷൻ അത് ഇങ്ങനെ ചൂസ് ചെയ്ത് തുടങ്ങി ഇങ്ങനെ അതിലേക്ക് വരും. ഓക്കെ. സ്വർണം ഇപ്പോഴും ലോക്കറിലാണ് ആളുകളുടെ. എന്തുകൊണ്ടത് ഒരു വരുമാന മാർഗത്തിലേക്ക് ധൈര്യമായിട്ട് ആരും നിക്ഷേപിക്കുന്നില്ല? ഇവിടെ സ്വർണ്ണക്കടയിൽ കൂടുതൽ കച്ചവടം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന ആരാന്നറിയോ? ഇവിടെയുള്ള പണ്ടം പണയക്കാരാണ്. ഈ സ്വർണ്ണം ഞങ്ങളുടെ അടുത്ത് വരില്ലോ എന്ന് വെച്ചിട്ട് അവരിയ്ക്കുക. ഇന്ത്യയിൽ കൂണ് പോലെയാണ് പണ്ടം പണയം വരുന്നത്. അതിൻ്റെ ബേസിക്കലി ഈ സ്വർണത്തെ ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഈ ഓർണമെന്റ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, റീഇൻവെസ്റ്റ് ചെയ്യാം. വെറുതെ ലോക്കറിൽ വെച്ചാൽ അതിനുള്ളിൽ നിന്ന് റിട്ടേൺസ് ഒന്നും കിട്ടില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ തന്നെ ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. ഈ വാങ്ങിയ ജ്വല്ലറി ഈ ലോക്കറിൽ വെക്കാതെ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ളൊരു ഗ്യാരണ്ടി കൊടുത്ത് അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് കൊടുക്കാവുന്ന രീതി. എന്ന് വേണമെങ്കിൽ അവർക്ക് സ്വർണം വേണമെങ്കിൽ തിരിച്ചെടുക്കാം. പൊതുവെ ലോക്കറിൽ വെക്കുന്നവരും വളരെ കുറവാണ്. ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗം കഴിഞ്ഞ് വെക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അതങ്ങനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. പെൺകുട്ടികൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കൂ. സ്വർണ്ണമല്ലേ വിഷയം? ഇവര് ചോദ്യം ചോദിക്കാനൊന്നും ഇല്ല. അവര് എല്ലാം അവർ കേട്ടു. നിങ്ങളെല്ലാവരും ഈ ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്, സ്പ്രെഡിങ് ജോയ്. എല്ലാവരും വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് പുതിയ കച്ചവടക്കാരായിട്ടുള്ള ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ബിസിനസിന്റെ പല കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമസ്കാരം സർ. സാർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പെണ്ണിന്റെ മാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പൊന്നു വേണമെന്ന് സാർ പറഞ്ഞു. സ്വർണ്ണം ഇട്ടാൽ മാത്രമേ പെൺകുട്ടികൾ ഭംഗിയുള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുള്ളൂ? പെൺകുട്ടികള് ഹലോ
സൗന്ദര്യം പെൺകുട്ടികൾക്ക് നല്ല സൗന്ദര്യമുണ്ട്. സൗന്ദര്യം കൂടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ സൗന്ദര്യം കൂടാനായിട്ട് കോസ്മെറ്റിക്സ് തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. ഓർണമെന്റ് ഇട്ടാലും സൗന്ദര്യം കൂടും. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ അംബാനിയുടെ കല്യാണം ഓർണമെന്റ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ഫംഗ്ഷൻ ഇവിടെ ഉണ്ടെങ്കിലും, ഒരു മാരേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അത് സ്വർണ്ണം ഇട്ട് വരാനായിട്ട് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ചിലപ്പോൾ ഒന്നും ഇടാണ്ട് വരും. പക്ഷെ സ്വർണം ഒരു ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികളും സ്വർണ്ണം ഇടുന്ന. ഞാൻ പണ്ടൊക്കെയും പുതിയ ഷോപ്പുകൾ തുടങ്ങാനായിട്ട് ആന്ധ്രയിലും തെലങ്കാനയിലും പോകുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ്, ഇന്ന് കേരളത്തിൽ നിന്നുള്ള ആരും അവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇൻ 2004 ഞാൻ ബോംബെയിലും ഡൽഹിയിലെല്ലാം ഷോപ്പ് തുടങ്ങി. ഇങ്ങനെ ഹൈദരാബാദിലൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ മാർക്കറ്റ് സർവേ എന്നുള്ളത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ എന്തുമാത്രം സ്വർണ്ണിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതാണ് എൻ്റെ മാർക്കറ്റ് സർവേ. അപ്പോൾ ഇനിയിപ്പോ അങ്ങനെ നോക്കിയാൽ നമ്മൾ മാർക്കറ്റ് സർവേ നമ്മുടെ പൊളിഞ്ഞു പോകും. കാരണം ആരും ഇടുന്നില്ല, ഈ പ്ലാസ്റ്റിക് ആണ് ഇടുന്നത്. അത് ഇവിടെയുള്ള ആളുകളുള്ളൂ. പുറത്ത് പോകും തോറും ഇത് ഉപയോഗിക്കുന്നവർ കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് നോർത്തിലെല്ലാം ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ട്. എന്തായാലും എൻ്റെ കാലം ഖുഷിയായിരിക്കും. കാരണം ഈ ജനറേഷൻ സ്വർണ്ണം ഉപയോഗിക്കും. ഇനി അടുത്ത ജനറേഷൻ്റെ കാര്യം ഇപ്പം ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. അത് അന്ന് കാലത്ത് അവർ നോക്കട്ടെ. അന്ന് മക്കളുടെ മക്കളോ വേണമെങ്കിൽ ഇമിറ്റേഷൻ ജൂലറി തുടങ്ങട്ടെ, അല്ലേ? നമസ്കാരം സർ. ആദ്യം തന്നെ ഞാനിതുവരെ ഒരു ട്രില്യനറോട് സംസാരിച്ചിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ സംസാരിക്കുന്നത്. ആക്ച്വലി എൻ്റെ ക്വസ്റ്റ്യൻ, സാറിന് ജോയ് എന്നുള്ള നെയിം ഇട്ടത് ആരാണ്? പേരൻസ് ആയിരിക്കും. ഓഫ് കോഴ്സ് മുൻകൂട്ടി അവർക്ക് ഞാൻ ജനിച്ചു കണ്ടപ്പോൾ എൻ്റെ വളരെ ഇന്നസെന്റ് ആയിട്ട് തോന്നി. ഞാൻ അടുത്ത വേദിയിലേക്ക് പോകുമ്പം സാറിനെ കണ്ടിട്ട് കയറി. പക്ഷെ ഐ ക്യാൻ ഫീൽ ദാറ്റ് പ്രസൻസ്. ആക്ച്വലി സാറിന്റെ പാരന്റ്സ് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. യു സ്പ്രെഡിങ് ലോട്ട്സ് ഓഫ് ജോയ്. ഓക്കെ, താങ്ക് യു. എൻ്റെ വൈഫിന്റെ പേര് ജോളി എന്നാണ്. ഫാമിലി ഫുൾ ഹാപ്പിനെസ് ആണ്. അതെ അതെ. ആക്ച്വലി ബഹുമാനക്കുറവ് കൊണ്ടല്ല എഴുന്നേറ്റ് നിൽക്കാത്തത്. ചെറിയ ആൻസൈറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. താങ്ക് യു സർ. ക്വസ്റ്റ്യൻസ് ഇനിയില്ലെങ്കിൽ നമുക്കൊരു മെസ്സേജോടുകൂടി അവസാനിക്കാം. അതായത് ജോയട്ടോ, ഈ ഇരിക്കുന്നവരിൽ പിള്ളേരുണ്ട്, അവർ ഏതെങ്കിലും ബിസിനസ് ഫാമിലിയിലെ യുവതലമുറയായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. സ്വ അനുഭവത്തിൽ നിന്ന് അവരോട് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? സത്യം പറഞ്ഞ ഒന്നും കൊടുക്കാനില്ല. ഇവിടെ ഇതിൻ്റെ ബേസിക് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ട് പാടാൻ കഴിവുള്ള ആളുകൾക്ക് ഒരു ആർട്ടുണ്ട് അവർക്ക്. അല്ലെങ്കിൽ വരയ്ക്കുന്നവരാണെങ്കിലും പ്രസംഗിക്കുന്നവരാണെങ്കിലും അങ്ങനെ ഒരു ആർട്ടുള്ള ആൾക്ക് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ന് വളരെയധികം മാർഗങ്ങളുണ്ട്. ഇന്ന് നെറ്റെല്ലാം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൈപ്പിടിയിൽ വരും. ഞാൻ പറയുകയാണെങ്കിൽ എന്ത് ബിസിനസ്സിനും അതിനോടുള്ള താല്പര്യം, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പിന്നെ കുറേ ഇങ്ങനെ ആഡ് ചെയ്യാം. അവർ വളരെ പഞ്ച്വലായിരിക്കണം, പലതും പറയാം. പക്ഷേ ഇതൊന്നല്ല കാര്യം. ഇതിനോടുള്ള താല്പര്യം, ആ വിഷയത്തിനോടുള്ള താല്പര്യം, അതിൻ്റെ ഡെഡിക്കേഷൻ, അതിനനുസരിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ആർക്കും എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ 2002 ഞങ്ങളുടെ പാർട്ടീഷൻ കഴിഞ്ഞപ്പോഴേ എൻ്റെ അടുത്ത് 2001 എൻ്റെ അടുത്ത് ഒരു ഗൾഫ് ന്യൂസുകാരൻ ഒരു ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ, എന്താണ് നിൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് ഒരു മണ്ടത്തര പറഞ്ഞേ, എനിക്കൊരു 100 ഷോപ്പ് 2010 100 ഷോപ്പ് തുടങ്ങുന്ന ആഗ്രഹമുണ്ട്. 10 കൺട്രീസിലായിട്ട് $1 billion ടേൺ ഓവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, $1 billion ടേൺ ഓവർ ഇൻ 10 countries, 100 ഷോറൂം. ഇതാണ് എൻ്റെ മോഹം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ അങ്ങനെ വരികയും ചെയ്തു. അന്ന് മുതൽ എനിക്ക് ഉറക്കമില്ലാണ്ടായി ഈ 100ലേക്ക് മുട്ടിക്കാൻ. ഞാൻ 2008 100 ഷോപ്പ് തുടങ്ങി ഇൻ 9 countries ഇൻ 2009. കൺട്രിയിൽ തുടങ്ങിയെങ്കിലും 100 എണ്ണം മുട്ടാണ്ടായപ്പോൾ ഞാൻ പല ഷോപ്പിംഗ് മാളിൽ കിയോസ്ക് ഇട്ടു എണ്ണം മുട്ടിക്കാൻ. പിന്നെ എനിക്ക് മനസ്സിലായത് കിയോസ്കിലെ കാര്യമില്ല, വണ്ണത്തിലെ കാര്യമുള്ളൂ, എണ്ണത്തിൽ യാതൊരു കാര്യമില്ല എന്നുള്ളത്. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ടോപ്പ് ലൈൻ, എന്താണ് നിങ്ങളുടെ ബോട്ടം ലൈൻ എന്നൊക്കെ ചോദിക്കുള്ളൂ.
അതിനുശേഷം പിന്നെ ഷോപ്പിംഗ് മാളിലൊക്കെ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴാണ് എനിക്ക് ആ ട്രിഗർ ചെയ്തേ. എനിക്കതിലേക്ക് എത്തിക്കാൻ വേണ്ടി നേരം വെളുത്താൽ അപ്പോൾ ചിന്ത ഇതാ. അപ്പോൾ പിന്നെ ബാങ്കുകളുടെ അടുത്ത് പോവുക, പുതിയ ഷോപ്പുകൾ തുടങ്ങുക. വെൻഡേഴ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ക്രെഡിറ്റ് തരും. ഞാൻ 2004 4 ഞാനിവിടെ വന്ന് ഷോപ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ 2002 ഇന്ത്യയിൽ വന്നു. കട തുടങ്ങാനായിട്ട് അന്ന് തമിഴ്നാട്ടിലേക്ക് കട തുടങ്ങാനായിട്ട് ഇവിടെ റോഡുകളൊന്നും ഇല്ല. അപ്പം ഞാൻ ദുബായിൽ നിന്ന് ആഴ്ചയിൽ ഫ്രൈഡേ ഇവിടെ വരും, മൺഡേ ദുബായിക്ക് പോകും. അങ്ങനെ ഞാൻ 10 കൊല്ലം പോയി. അവിടെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഒരു പ്ലെയിൻ വാങ്ങി 2005. ഇത് വാങ്ങിയത് ഷോപ്പുകൾ മുട്ടിക്കാനാണ്. അതൊരു ചെറിയ ആക്സിഡൻറ്റിൽ അതിനകത്തൊരു ട്രാജഡിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചിന്തയാണ്, അതായത് നമുക്ക് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതിനുള്ള മോഹം വന്നു കഴിഞ്ഞാൽ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് തോന്നണം എനിക്ക് ഇത്ര ഓടാൻ സാധിക്കണം എന്ന് പറഞ്ഞ് തോന്നിക്കഴിഞ്ഞാൽ ഓടും. അതല്ലെങ്കിൽ വല്ല പുലീനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഓടുവൻ. അവന് ജീവൻ്റെ രക്ഷയ്ക്ക് ഓടും. എനിക്ക് പറ്റില്ല എന്ന് ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ സാധിക്കും എന്ന് തീരുമാനിച്ചാൽ ഇതിന് പൈസ വേണ്ട കേട്ടോ. ചിലർ ചോദിക്കും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നെ ആരും സഹായിക്കില്ല എന്ന്. അതൊക്കെയും കഴിവില്ലാതെ ആളുകൾ പറയുന്നതാണ്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ പൈസ അതിൻ്റെ പിന്നാലെ വരും. നമ്മൾ ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ പണം സെക്കൻഡറിയോ അല്ലെങ്കിൽ തേർഡൊക്കെ ആയിരിക്കും. Yes. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ, അത് നടത്താൻ തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. Yes. താങ്ക് യു. That was a very enjoyable section, very joyous session. Thank you for spreading joy. Wish you more success in your gold endeavor. Thank you.